തുടങ്ങാം. ഹരേ കൃഷ്ണ. വീണ്ടും ഒരു രാമായണം കഥയിലേക്ക് അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാവർക്കും, ഈ ഓൺലൈനിൽ നമ്മളോടൊപ്പം ക്ലാസ്സിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് അറിയാം, നിങ്ങൾക്ക് കിഷ്കിന്ധ കാണ്ഡമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഷ്കിന്ധ കാണ്ഡത്തില് വളരെ മനോഹരമായിട്ടുള്ള കഥകളാണുള്ളത്. കഥകൾ എന്ന് പറഞ്ഞാൽ ചരിതങ്ങളാണുള്ളത്. നമുക്കറിയാം, രാമചന്ദ്രമൂർത്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിൽ വരുന്നത് ആരെ കുറിച്ചാണ്? ഭഗവാൻ രാമചന്ദ്രമൂർത്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള ഹനുമാനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പ് എങ്ങനെയാണ് രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും പമ്പാ തീരത്ത് വെച്ച്, പമ്പാ സരോവരത്തിന്റെ തീരത്ത് വെച്ചിട്ട് ഹനുമാനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം സുഗ്രീവനെ കുറിച്ചും വാലിയെ കുറിച്ചും ഉള്ള, അതായത് അവരുടെ ജനനത്തിന്റെ രഹസ്യങ്ങളെല്ലാം, എങ്ങനെയാണ് അവർ വന്നിട്ട് സൂര്യന്റെയും ഇന്ദ്രന്റെയും മക്കളായിട്ട് ജനിച്ചത് എന്നും, എങ്ങനെയാണ് ഋക്ഷരാജന്റെ പുത്രന്മാരായിട്ട് ഭൂമിയില് കിഷ്കിന്ധ എന്ന് പറഞ്ഞ രാജ്യത്ത് അവര് താമസിക്കാൻ ഇടയായതെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും കൂട്ടി എങ്ങോട്ട് പോവുകയാണ്? ഇപ്പോ ആ സുഗ്രീവൻ, അതായത് ജ്യേഷ്ഠൻ വാലിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാതംഗ ഋഷിയുടെ ശാപത്തിന്റെ ബലത്തിൽ എവിടെയാണ് ഇപ്പോ സുഗ്രീവൻ താമസിക്കുന്നത്? ഋഷ്യമൂക പർവ്വതത്തിലാണ് താമസിക്കുന്നത്. അപ്പോ അങ്ങോട്ടേക്ക്, അതിന്റെ ഏറ്റവും ഉയരത്തിലുള്ള പർവ്വത ശിഖരത്തിലാണ് സുഗ്രീവൻ താമസിക്കുന്നത്. അപ്പോ ഈ താഴെ കൂടെ വരുന്ന 2 വ്യക്തികൾ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു യാചകന്റെ വേഷത്തിൽ സുഗ്രീവൻ ഹനുമാനെ താഴേക്ക് വിടുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഹനുമാൻ തന്റെ യഥാർത്ഥ നാഥനെ തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഉടനടി വ്യാപൃതനാകുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വ്യാപൃതനായിരിക്കുന്ന അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന സേവനം തന്റെ ശരീരത്തിൽ, അതായത് തന്റെ ബലിഷ്ഠമായ തോളുകളിൽ, 2 തോളുകളിലുമായിട്ട് രാമനെയും ലക്ഷ്മണനെയും ഇരുത്തിക്കൊണ്ട് വളരെ വേഗം തന്നെ ആരെ കാണാൻ വേണ്ടി പോവുകയാണ്? സുഗ്രീവനെ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയില് കാണാൻ പോകുന്ന ആളുടെ സ്വഭാവം, അദ്ദേഹം എങ്ങനെയാണ്, ആരാണ് എന്നൊക്കെ രാമലക്ഷ്മണന്മാർക്ക് അറിയണമല്ലോ. അതുകൊണ്ടാണ് സുഗ്രീവനെയും വാലിയെയും കുറിച്ചുള്ള, അവരുടെ ജനനത്തെ കുറിച്ചുള്ള കഥകളെല്ലാം ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഹനുമാൻ വന്നിട്ട് ഇവരോട് 2 പേരോടും പറഞ്ഞു കൊടുക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് ആ നറേഷൻ. അപ്പോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പോ ഈ രാമലക്ഷ്മണന്മാരെ കൊണ്ട് മേലെ സുഗ്രീവന്റെ അടുത്ത് എത്തുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ വീണ്ടും രാമായണ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram, Jaya Gauranitai, Jaya Gauranitai, Gauranitai, Jaya Gauranitai, Jaya Jaya Prabhupada, 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 Jaya Jaya Prabhupada, Jaya Jaya Gurudev, 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 Jaya Jaya Gurudev. Hare Krishna. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വാത്മീകി രാമായണം മാത്രമല്ല, വാത്മീകി രാമായണത്തിനും ചേർത്ത് അതിനോടനുബന്ധിച്ച് ശിവപുരാണത്തിൽ നിന്നുമുള്ള കഥയും കൂടി ചേർന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് തൽക്കാലം സുഗ്രീവനും രാമലക്ഷ്മണന്മാരും കണ്ടുമുട്ടുന്ന ആ സ്ഥലത്തു നിന്നും ഇനി ഒരു സ്ഥലത്തേക്ക് യാത്രയാവാം. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ഗുഹയില്, ഒരു പർവ്വതത്തിന്റെ ഗുഹയില് വളരെ മനോഹരിയായിട്ടുള്ള ഒരു വാനര കന്യക തപസ്സിരിക്കുകയാണ്. വളരെയധികം കഠിനമായിട്ടുള്ള തപശ്ചര്യ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം. ഇപ്പോ ആ തപസ്സിനെ ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത്? ആ വാനര കന്യകയെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കും. വളരെയധികം ശാന്തമായിട്ട് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ശിവനെ മനസ്സിന് ഉള്ളിൽ വളരെ കാര്യമായിട്ട് വളരെ ധ്യാന നിമഗ്നയായിട്ടിരുന്ന് ഭഗവാൻ ശിവനെ ആരാധിക്കുകയാണ് ആര്? ആ വാനരകന്യക. കുറെ നാളുകളായി ആ വാനരകന്യക തപസ് തുടങ്ങിയിട്ട്. കാരണം തന്റെ ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് എന്ന് ആ വാനരകന്യകയ്ക്ക് അറിയാം. ആ ജനന ഉദ്ദേശത്തിന് എന്താണ് അതിന് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അവൾക്ക് അറിയില്ല. പക്ഷെ ആ ജനന ഉദ്ദേശം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ താൻ അത്രയധികം പരിശുദ്ധിയായിരിക്കണം എന്ന് മാത്രം അറിയാം. അപ്പോ ആ പരിശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തപശ്ചര്യകൾ, കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നത്. വളരെ മനോഹരിയായിട്ടുള്ള വാനരകന്യകയാണ്. ഒരിക്കൽ അങ്ങനെ തപശ്ചര്യ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഗുഹയുടെ അകത്ത് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് നിമീലിതമായ നേത്രങ്ങളോ
ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് എന്താണ് അവിടെ ഒരു വാനര കന്യക തപശ്ചര്യ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്താണ് നിന്നത്. അതിനിടയ്ക്ക് നമുക്ക് നെറ്റ് പ്രോബ്ലം വന്നതുകൊണ്ട് കുറച്ചൊന്ന് ചെറിയൊരു തടസ്സം നേരിട്ടു, ക്ഷമിക്കുക. അപ്പൊ നമുക്ക് തുടരാം. അപ്പൊ നമ്മൾ എവിടെയാണ് ആ ഒരു മുഖത്ത് ഗുഹയുടെ ഉള്ളില് ആ വാനര കന്യക തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തനിക്ക് പരിശുദ്ധി നേടാൻ വേണ്ടിയിട്ട്, തന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു വാനര കന്യക അവിടെ തപസ്ചര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് തോന്നിയത് ഏതോ ഒരു വ്യക്തി തന്നെ നിരീക്ഷിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ വളരെ ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് ആരാണ് തന്നെ അറിയാത്ത ഒരാൾ ആരാണ് തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പതുക്കെ കണ്ണു തുറന്നപ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് മുന്നിൽ കാണുന്നത്. അതിഭീകരനായിട്ടുള്ള, ഭീമാകാരനായിട്ടുള്ള, വളരെയധികം കാമത്തോടു കൂടി തന്നെ നോക്കുന്ന ഒരു രാക്ഷസനെയാണ് അവൾ കാണുന്നത്. അപ്പോ പേടിച്ച് പിന്നോട്ട് മാറിയതും ആ വാനര കന്യകയ്ക്ക് തന്റെ പിന്നിൽ ഒരു ഭിത്തിയാണെന്ന് മനസ്സിലായി. കാരണം ഗുഹയ്ക്കുള്ളിലാണ് തപസ് ചെയ്യുന്നത്, ഇനി പിന്നോട്ട് നീങ്ങാൻ സ്ഥലമില്ല. ആ സത്വമാണെങ്കിൽ തന്നെ നോക്കി കാമത്തോടു കൂടിയുള്ള കണ്ണുകളോടെ തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് അടുത്തു വരികയും കൂടിയാണ്. അപ്പൊ എന്ത് ചെയ്യും എന്ന് പെട്ടെന്ന് തന്റെ സമനില നഷ്ടപ്പെടാതെ രക്ഷപ്പെടാനുള്ള വഴി ഗുഹാമുഖത്തെ എന്ത് ചെയ്തുകൊണ്ടാണ്, ബ്ലോക്ക് ചെയ്തുകൊണ്ട്, അതായത് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ആര് നിൽക്കുന്നത്, ആ സത്വം നിൽക്കുന്നത്. തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, തന്റെ ശക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ സത്വത്തിന് 10 മടങ്ങ് ശക്തിയാണ് തന്നേക്കാൾ. അപ്പൊ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, ആ കന്യക അവിടെ നിന്നും അത്ഭുതം, അതായത് ഈ മുമ്പിൽ നിൽക്കുന്ന രാക്ഷസനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാളുടെ നേരേക്ക് കുതിച്ചു പായാൻ തുടങ്ങി. തന്റെ ഉള്ള ശക്തി എല്ലാം എടുത്ത് കുതിച്ചു പാഞ്ഞ് ആരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ആ രാക്ഷസന്റെ നേരെ ചെല്ലുകയാണ്. രാക്ഷസനാണെങ്കിൽ ഇതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാള് ആ ഒരു സന്ദർഭത്തെ നേരിടാൻ വേണ്ടിയിട്ട് അല്പം ആശയക്കുഴപ്പത്തിലായതും തന്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ഈ ഗുഹാമുഖത്ത് നിൽക്കുന്ന ആ രാക്ഷസനെ ആ കന്യക ഇടിച്ചിട്ടു. പെട്ടെന്നുണ്ടായ ആ ഒരു അക്രമത്തിൽ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും താഴെ പോകൂല്ലേ, അതേപോലെ ഈ രാക്ഷസൻ വന്നിട്ട് താഴെ വീണ സമയത്ത് ആ ഗുഹാമുഖം തുറന്നു കിടക്കുന്നത് കണ്ട് പെട്ടെന്ന് നിമിഷാർദ്ധത്തിൽ ആ വാനരകന്യക പുറത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് തന്റെ സർവ്വശക്തിയും എടുത്ത് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഓടാൻ തുടങ്ങി. മുന്നിൽ നോക്കുമ്പോൾ ആ പിന്നാലെ ആ സത്വം എന്തായാലും വരും എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ പക്ഷെ എന്ത് ചെയ്യുകയാണ്, തന്റെ സർവ്വശക്തിയും എടുത്ത് ഓടുകയാണ്. ഈ രാക്ഷസൻ അതേസമയം എന്ത് ചെയ്യുന്നു, തനിക്ക് അബദ്ധം പറ്റിയതറിഞ്ഞിട്ട് ചാടിപ്പടച്ച് എഴുന്നേറ്റ് അവളുടെ പിന്നാലെ വീണ്ടും പായാൻ തുടങ്ങുകയാണ്. അങ്ങനെ വളരെ ഭീമാകാരനായിട്ടുള്ള, അതിബലവാനായിട്ടുള്ള ആ സത്വം രാക്ഷസൻ പിന്നാലെയും ഈ വാനര കന്യക എന്ത് ചെയ്യുന്നു, ഓടി ഓടി പോവുകയാണ്. തന്റെ സർവ്വശക്തിയും എടുത്തിട്ട്, തന്നെക്കാൾ ഏറ്റവും കൂടുതൽ ശക്തിമാൻ അയാളാണെന്ന് അറിയാം, എങ്കിലും അയാളുടെ അടുത്തു നിന്നും രക്ഷപ്പെടാനുള്ള ആ ഒരു തത്രപ്പാടില് ആകാശത്തു കൂടി ചാടിയും മരങ്ങളിൽ കൂടി ചാടിയും ചില്ലകളിൽ കൂടി ചാടിയും കുതിച്ചു പാഞ്ഞും എവിടേക്ക് പോവുകയാണ്, ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ദൂരെ നിന്നേ കാണുന്നു, പുക ഉയരുന്നു മേലേക്ക്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ആരോ അവിടെ താമസിക്കുന്നുണ്ട്, ഒരു ഗ്രാമമാണ് ആ കാണുന്നത്. അനേകം കുടിലുകളും മഹർഷിമാരുടെ ആശ്രമങ്ങളും ഒക്കെ ഉണ്ട്. ആ സ്ഥലത്തേക്കാണ് താൻ പോകുന്നതെന്ന് മനസ്സിലായി. അവൾക്കറിയാം അവിടെ ഒരു മഹർഷി താമസിക്കുന്നുണ്ട്. ആ ഭാഗത്ത് എവിടെയോ ഒരു മഹർഷി താമസിക്കുന്നുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്, ആ മഹർഷി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ശരണം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അദ്ദേഹത്തിന്റെ ഉണ്ട്. പക്ഷേ എന്റെ പ്രശ്നം എന്താണ്, ഈ രാക്ഷസനിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഋഷിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വാനര കന്യക ഓടി പോകുന്നത്. ഓടി അടുത്ത് ചെന്നതും പിന്നാലെ ഇദ്ദേഹം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് ഈ രാക്ഷസൻ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയതും അവൾക്ക് മനസ്സിലായി താൻ പ്രതീക്ഷിക്കുന്നതിലും അടുത്താണ് തന്റെ ശത്രു വരുന്നത്, അല്ലെങ്കിൽ തന്റെ അപകടം പതിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. വീണ്ടും ഉള്ള ശക്തി സംഭരിച്ച് എല്ലാം ഓടാൻ നോക്കി. പക്ഷെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും ആ വീടുകളുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവൾക്ക് ഓടി ഓടി കിതയ്ക്കുന്നത് പോലെ. എന്നിട്ടും
എന്ത് ചെയ്യുകയാണ്, ആ വീടുകൾക്കിടയിലുള്ള വഴികളിലൂടെ, വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴികളിലൂടെയും വീടുകൾക്കിടയിൽ കൂടെയും ഒക്കെ ഓടുകയാണ്. കാരണം ആ രാക്ഷസന് ഗതി നിശ്ചയിക്കാൻ പറ്റരുത്, അങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയരുത് എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവൾ ഓടുന്നത്. എന്നിട്ട് അവസാനം ഖേദിച്ചുകൊണ്ട് ഒരു വീട്ടിനകത്തേക്ക്, ആശ്രമം എന്ന് തോന്നുന്ന ഒരു വീട്ടിനകത്തേക്ക് ഓടിച്ചെല്ലാൻ തന്നെ തീരുമാനിച്ചു ആര്, ഈ കന്യക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ ആ കുടിലിനുള്ളിലേക്ക് കയറി ചെന്നതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾക്ക് സമാധാനമായി. തനിക്ക് ഭാഗ്യമുണ്ട്, ഭഗവാൻ തന്നെ തന്നെ കൈവിട്ടിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം താൻ പ്രതീക്ഷിച്ച ആ വ്യക്തിയാണ് അവിടെ വളരെ മനോഹരമായിട്ട് പത്മാസനത്തിൽ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്ന, ശാന്തനായിട്ടിരിക്കുന്ന ആ മഹർഷി. ഓടിച്ചെന്നതും ആ വാനര കന്യക ആരുടെ കാൽക്കൽ വീണു, ആ ഋഷിയുടെ കാൽക്കൽ വീണു. തന്റെ വീട്ടില് ഒരു അതിഥി ഇങ്ങനെ എന്താണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഉള്ളിലേക്ക് കയറി വന്നതിൽ ഒരു നീരസം പോലും ആർക്കുണ്ടായിരുന്നില്ല, ആ മഹർഷിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് കാരുണ്യവാനായിരുന്നു അദ്ദേഹം. വളരെ കാരുണ്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി അദ്ദേഹം കണ്ണു തുറന്നു. അദ്ദേഹത്തിന് കാണാമായിരുന്നു, അദ്ദേഹത്തിന്റെ ആ ആശ്രമത്തിന്റെ പുറത്ത് ഇവളെ, അതായത് ഈ ഇരയെ തേടി വരുന്ന ആ ഭീകര സത്വം വന്നിട്ട് പുറത്തു നിന്നും വരുന്നത് ആർക്ക് കാണാമായിരുന്നു, ഈ മഹർഷിക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ താഴെ വീണിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ, ആ വാനര കന്യകയെ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ച് കാരുണ്യത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്, ആ രാക്ഷസൻ എന്താണ് പിന്നാലെ ഉണ്ട് എന്നുള്ള രഹസ്യം ആർക്ക് മനസ്സിലായി, മഹർഷിക്ക് മനസ്സിലായി. അങ്ങനെ പക്ഷേ ഈ രാക്ഷസന് ഈ പെൺകുട്ടി ഇതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഇര നഷ്ടപ്പെട്ട നിരാശയിലും ആ ദേഷ്യത്തിലും ആ ചുറ്റുപാടും കാണുന്നതെല്ലാം നശിപ്പിക്കാനുള്ള പ്രവണതയും കൂടെ ആ രാക്ഷസൻ ഉണ്ടായി. അവിടെയുള്ള മരങ്ങളെയെല്ലാം പിഴുതെറിയുകയും വീടുകളെയെല്ലാം നശിപ്പിക്കാനും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആര്, ആ രാക്ഷസൻ. അപ്പോ ഈ മഹർഷി വന്നിട്ട് ആ പെൺകുട്ടിയോട് പറയുകയാണ്, ഇത് വളരെ ശക്തിമാനായിട്ടുള്ള ഒരു അസുരനാണ്. പേരെന്താണ് ആ അസുരന്റേത്? ശംഭസദനൻ എന്നാണ് ആ അസുരന്റെ പേര്. യഥാർത്ഥത്തിൽ മഹാദേവന്റെ സംഹാര ശക്തി മുഴുവൻ അവന് കൊടുത്തിട്ടുണ്ടോ എന്ന് വരെ സംശയമാണ്. അത്രയധികം അജയ്യനാണ് ഇവൻ. എന്ത് കാര്യം സാധിച്ചാലും നടത്താൻ പറ്റുന്ന ഒരു അസുരനാണ്. അത്രയ്ക്ക് ഭീമാകാരനാണ് അവൻ. എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ ഇവനെ തോൽപ്പിക്കാനുള്ള കഴിവ് മഹാദേവൻ കൊടുത്തിട്ടുള്ളൂ. ആർക്കാണ്? വാനരവീരനായ കേസരി. പക്ഷെ അദ്ദേഹം എവിടെ ആയിരിക്കുമെന്നോ, അദ്ദേഹത്തെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പ്രചോദിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയ്ക്കും അപകടമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയ്ക്കും അത്യാഹിതമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത്. ഇത് കേട്ടതും ഭഗവാൻ മഹാദേവന്റെ വളരെയധികം പ്രിയപ്പെട്ട ഭക്തയാണ് ആര്, ഈ വാനര കന്യക. അതുകൊണ്ട് തന്നെ ആ വാനര കന്യകയ്ക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടായി. അവിടെ തന്നെ ആ മഹർഷിയുടെ മുന്നിൽ തന്നെ അവൾ വന്നിട്ട് മഹാദേവനെ ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഭഗവാനെ, ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് തന്റെ ധ്യാനം പുനരാരംഭിച്ചു. അപ്പോ പെട്ടെന്ന് പുറത്തെല്ലാം വന്നിട്ട് തപ്പി നടന്നുകൊണ്ടിരുന്ന ആ ഭീകരസത്വം രാക്ഷസൻ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ശംഭസദനൻ എന്ന് പറയുന്ന ആ രാക്ഷസൻ പെട്ടെന്ന് ആ കുടിലിന്റെ മേൽക്കൂര തകർത്തുകൊണ്ട് ഒരു ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടു കൂടി അകത്ത് കാണപ്പെട്ടു. അവിടെ ഇവിടെയെല്ലാം പരതിക്കൊണ്ടിരിക്കുന്ന ആ തിളങ്ങുന്ന കണ്ണുകൾക്ക്, ആ സത്വത്തിന്റെ തിളങ്ങുന്ന കണ്ണുകൾക്ക് മുന്നിൽ ആരാണ് ഇരിക്കുന്നത്? വളരെ മനോഹരിയായിട്ടുള്ള ഒരു വാനര കന്യക. കാമത്തോടു കൂടി തന്നെ നോക്കുന്നത് ആർക്കറിയാൻ പറ്റുന്നുണ്ട്? ആ വാനര കന്യകയ്ക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നിട്ടും മഹാദേവനിലുള്ള തന്റെ വിശ്വാസം വന്നിട്ട് അവൾ വിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അവൾ അവിടെ ഇരുന്നു. അടുത്തേക്ക് ആ സത്വം വരാൻ വേണ്ടി പോകുന്നതും തന്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള മുഹൂർത്തമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പക്ഷെ എന്നാലും തന്റെ സമചിത്തത കൈവിടാതെ മനോഹരിയായിട്ടുള്ള ആ വാനര കന്യക ഇത് കാണുന്നതും ആ സത്വത്തിന് അവളിൽ കൂടുതൽ കാമം വരുന്നതേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് സുന്ദരിയാണ്. ഇപ്പോ കണ്ണും അടച്ച് നിമീലിത നേത്രങ്ങളോടെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഇരുന്ന് ധ്യാനിക്കുന്ന അവളെ കാണുമ്പോൾ വീണ്ടും ആകർഷകത്വം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അടിവെച്ച് വരികയാണ് ആര്? ശംഭസദനൻ എന്ന് പറയുന്ന അസുരൻ, അല്ലെങ്കിൽ ആ രാക്ഷസൻ. അപ്പോഴേക്കും പെട്ടെന്ന് തന്റെ ചെകിട്ടത്ത് അടി കിട്ടിയതുപോലെ വളരെ ഒരു എന്താണ് ഭയങ്കര
ശക്തിയിൽ ഒരു ഇടി കിട്ടിയതുപോലെ ശംഭസദന് തോന്നി. ചെവി അടയ്ക്കുന്നത് പോലെ ശംഭസദനൻ ചെവി കേൾക്കാൻ പറ്റാത്തതുപോലെ ഒരു മൂളല് മാത്രം ബാക്കിയായി. പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ആക്രമണത്തിൽ അമ്പരന്ന് ബോധം കെട്ട് ആര് വീഴുന്നു താരെ? ആ അസുരൻ വീഴുന്നു. ആ രാക്ഷസൻ വീഴുന്നു. അപ്പോഴേക്കും എല്ലാവരും ചാടി എഴുന്നേറ്റു. തന്റെ പിന്നിൽ പെട്ടെന്ന് ആരാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന് ആ അസുരന് ബോധം വന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ ആ മഹർഷിയും ചാടി എഴുന്നേറ്റു. പുഞ്ചിരിയോടുകൂടി തന്നെ ആര് രക്ഷിച്ചിരിക്കുന്നു, ഒരാൾ തന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വാനരകന്യകയും ചാടി എഴുന്നേറ്റു. അതിബലവാനായിട്ടുള്ള ഒരു വാനര വീരനെയാണ് തന്റെ പിന്നിൽ നോക്കിയ ആ മഹർഷിയും പിന്നെ ആരും കാണുന്നത് ആ വാനര കന്യകയും കാണുന്നത്. മഹർഷി അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കുന്ന കേട്ടപ്പോഴാണ് ആ വാനര കന്യകയ്ക്ക് സമാധാനമായത്. ആരാണ് അത്? കേസരി. മുമ്പേ തന്നെ പരിചയപ്പെടുത്തിയ ആളാണ്. ആരാണ് ഈ അസുരനോട് എതിരിടാൻ വേണ്ടിയിട്ട് ആകെ ഒരാൾക്ക് മാത്രമേ എന്തുള്ളൂ, കെൽപ്പുള്ളൂ എന്ന് പറഞ്ഞ അതേ ഒരു വാനര വീരനാണ് അവിടെ നിൽക്കുന്നത്. കേസരി. വളരെ മനോഹരനായ ആജാനുബാഹുവായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു വാനരൻ എന്ത് ചെയ്യുന്നു? തന്റെ ഇടുപ്പിൽ കൈയും കൊടുത്ത് ധൈര്യത്തോടുകൂടി, അതായത് വീര്യത്തോടുകൂടി അവിടെ നിൽക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോ ഈ എന്താണ് നമ്മുടെ വാനരകന്യകയ്ക്ക് വളരെയധികം സന്തോഷമായി. അപ്പോഴേക്കും ആരെഴുന്നേറ്റ് വന്നു? ആ ശംഭസദനൻ എഴുന്നേറ്റ് വന്നു. ആരാണ് തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ധൈര്യം കാണിച്ചത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ വളരെ മനോഹരനായിട്ടുള്ള ആ ഒരു വാനരനെ കാണുകെ ശംഭസദനൻ അട്ടഹസിച്ചുകൊണ്ട് ചോദിക്കുന്നു. അപ്പോഴേക്കും ആ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ കേസരി സംസാരിച്ചു തുടങ്ങുകയാണ്. ബലഹീനരായ ആൾക്കാരോട് പരാക്രമം കാണിച്ചുകൊണ്ടല്ല നിന്റെ ശക്തി പ്രകടിപ്പിക്കേണ്ടത്. നീ അത്ര ബലവാനാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എന്നെ എതിരിടു വിഡ്ഢി എന്ന് പറഞ്ഞിട്ട് ആര്? കേസരി വളരെ ഗാംഭീര്യമാർന്ന മുഴക്കമാർന്ന ശബ്ദത്തിൽ ആ ശംഭസദനോട് സംസാരിക്കുകയാണ്. ശംഭസദന് ഈ അപമാനം സഹിക്കാൻ പറ്റിയില്ല. അത്രയധികം അജയനാണെന്നൊക്കെ പേര് കേട്ട വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ അപമാനം സഹിക്കാൻ പറ്റുന്നില്ല. അത് കാരണം എന്ത് സംഭവിക്കുന്നു? ശംഭസദനാണെങ്കിൽ കേസരിയുടെ നേരെ ആഞ്ഞ് ഓടുകയാണ്. ഓടി ചെന്നിട്ട് തന്റെ രണ്ട് കൈ കൊണ്ടും കേസരിയെ ഇടിക്കാനും, കേസരി എന്ന് പറയുന്നത് ആകാരത്തിൽ അത്ര വലിയ അത്ര ഭീമാകാരനൊന്നും അല്ല അസുരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ ബലത്തിൽ ഒട്ടും കുറവല്ല, ഒട്ടും പിന്നിലേക്കല്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം എന്ന് പറയുന്നത് വളരെ കഠോരമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധമായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും ചവിട്ടിയും നെഞ്ചിലും കൈകളിലും ഒക്കെ ഇടിച്ചും മുഷ്ടി ചുരുട്ടിയും കഴുത്തിന് പിടിച്ചും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈകൊണ്ട് യുദ്ധം ചെയ്തിട്ട് പോരാഞ്ഞ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെയെല്ലാം പിഴുത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും അവിടെ എല്ലാം വളരെയധികം ഈ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർ മുഴുവൻ വന്നിട്ട് ഈ ആശ്രമത്തിന് ചുറ്റും കൂടി നിന്ന് അത്ഭുതത്തോടുകൂടി ഈ രണ്ടുപേരുടെയും യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിശ്വസനീയമായിട്ടൊരു കാര്യം, ആരാണ് ജയിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. അത്രയധികം ഈക്വൽസ് ആണ്, അതായത് പരസ്പരം ശക്തിമാന്മാരായ ആൾക്കാർ തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് അവിടെയുള്ള ആൾക്കാർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവരത് കാര്യമായിട്ട് വീക്ഷിച്ചിരിക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ട് ഒരു കാര്യം, ആ അസുരൻ എന്ത് ചെയ്യുന്നു? സ്വന്തം രൂപം മാറുന്നു. ഒരു മത്തഗജം, മുമ്പേ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ശരീരഭാരവും ആകാരവും വലുതാക്കിക്കൊണ്ട് 10 മടങ്ങ് ബലവും കൂട്ടിക്കൊണ്ട് വരും ഗജത്തിന്റെ രൂപത്തില് അദ്ദേഹം രൂപം മാറി. ആര്? ശംഭസദനൻ രൂപം മാറിയിരിക്കുന്നു. അപ്പോ കേസരിക്ക് പോലും മനസ്സിലാകുന്നില്ല. എന്നിട്ട് തന്റെ തുമ്പിക്കൈ കൊണ്ട് അവിടെ എല്ലാം നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി. ഉറച്ച കാലുകൊണ്ട് അവിടെ എല്ലാം ഭൂമി കുലുക്കം പോലെ തോന്നി. എല്ലാവരും ഭയന്ന് വിറച്ച് ആ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കും ചെന്ന് അവിടെ എല്ലാം നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗജരൂപത്തിലുള്ള ശംഭസദനന്റെ മുന്നിൽ ആർക്ക് പറ്റുന്നില്ല. കേസരിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. പക്ഷെ എല്ലാവരും കാണുകെ കേസരി എന്താണ് ചെയ്തത്? തന്റെ ആകാരം വളരെ ചെറുതാക്കി മാറ്റി. എന്നിട്ട് കുതിച്ചു ചെന്ന് ആ ആനയുടെ തലയിൽ കയറി ഇരുന്നിട്ട് തന്റെ മുഷ്ടി കൊണ്ട് ആനയുടെ മസ്തകത്തില് പ്രഹരിക്കാൻ തുടങ്ങി. ആനയുടെ മസ്തകത്തിൽ നിരന്തരമായിട്ട് പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, ഒരു ഗജത്തിന്റെ ദൗർബല്യം എന്ന് പറയുന്നത് അതിന്റെ മസ്തകമാണ്. മസ്തകത്തിൽ ഇടി കിട്ടിയ ഏത് ആനയും താഴെ വീഴുമെന്ന്. അപ്പോ ഈ ഒരു ഇടിയില് ദേഹത്ത് മുഴുവൻ മുറിവുണ്ടായി. അതിന്റെ മസ്തകത്തിൽ നിന്നും രക്തം ധാരധാരയായിട്ട് പുറത്തേക്ക് വന്നു. പക്ഷെ കേസരിയെ കുടഞ്ഞെറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ആ തുമ്പിക്കൈ വെച്ച് പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കാരണം ചെറുതാണ്.
കേസരി ചെറുതാണ്, പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഗജത്തിന്റെ മുന്നിൽ ഉള്ള ഇടിയില്, ആ മസ്തകത്തിലുള്ള ഇടിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ ഗജം പതറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശക്തി നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ദേഹത്തു നിന്ന് എല്ലാം ചോര ഒഴുകുന്നു. അത് അവിടെ ഇവിടെ എല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് ആ തുമ്പിക്കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? കേസരിയെ പിടിച്ചു മാറ്റാൻ വേണ്ടി പോകുന്നു, ശ്രമിക്കുന്നു. പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ദുർബലനായിട്ടുള്ള ശരീരം, ഇങ്ങനെ ഭീമാകാരമായിട്ടുള്ള ഒരു ഗജത്തിന്റെ ശരീരത്തില് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അത് ഇരിക്കുന്നുവെങ്കിലും ശംബസദന് പറ്റുന്നില്ല കേസരിയെ എതിരിടാൻ. കേസരിയുടെ പ്രഹരം, മസ്തകത്തിന്റെ മേലുള്ള പ്രഹരം അത്രയേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപം കൊണ്ട് തനിക്ക് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. കൈകൾ കൊണ്ട് കേസരിയെ പിടിച്ച് താഴെ ഇറക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും മുഷ്ടി ചുരുട്ടി എന്തിനു വേണ്ടി പോകുന്നു? യുദ്ധത്തിന് വേണ്ടി പോകുന്നു. വീണ്ടും ഇത് മണിക്കൂറുകളോളം നീണ്ടു. എത്ര മണിക്കൂറുകൾ അവർ തമ്മില് ഇങ്ങനെ ദ്വന്ദ്വയുദ്ധം ചെയ്തുവെന്ന് ആർക്കും അറിയില്ല. അത്രയധികം നീണ്ടു നിൽക്കുന്നു. ആര് ജയിക്കും? ആര് ജയിക്കും? എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. ഈ അസുരന്റെ ശല്യം തീരണമെന്നുണ്ടെങ്കിൽ കേസരി ജയിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു യുദ്ധം നിർത്തുക എന്ന് ആർക്കും അറിയില്ല. ആരാണ് ജയിക്കുക എന്ന് ആർക്കും അറിയില്ല. അപ്പോഴാണ് വളരെയധികം സങ്കടത്തോടുകൂടി, അല്ലെങ്കിൽ വളരെയധികം ദുഃഖത്തോടുകൂടി ഈ വാനര കന്യക ഇതിനു വേണ്ടിയിട്ട്, ഈ യുദ്ധം തീരേണ്ടത് അവളുടെയും അത്യാവശ്യമാണ്. കാരണം തന്നെ ഇരയാക്കിയാണ് ആ അസുരൻ വന്നിരിക്കുന്നത്. യുദ്ധത്തിൽ അസുരൻ ജയിച്ചാൽ പിന്നെ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും എന്ന്, തന്റെ ജീവന് അപകടമായിരിക്കുമെന്ന് ആർക്കറിയാം? വാനര കന്യകയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ആത്മാർത്ഥമായി വീണ്ടും ആ സ്ഥലത്ത്, ആ മഹർഷിയുടെ ആശ്രമത്തിനകത്ത് ഇരുന്ന്, ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്യുന്നത് പുറത്താണ്. അപ്പോ ഈ ആശ്രമത്തിനകത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുമ്പോ അവൾ വീണ്ടും ധ്യാനനിമഗ്നയായിരിക്കുന്നു. കാരണം കേസരിയെ തക്ക സമയത്ത് തന്റെ രക്ഷയ്ക്ക് വേണ്ടി എത്തിച്ചത് മഹാദേവനാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വിളിച്ചാലും മഹാദേവൻ തന്റെ രക്ഷയ്ക്ക് എത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപായം തനിക്ക് പറഞ്ഞു തരുമെന്ന് ആർക്കറിയാം? ആ വാനര കന്യകയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്ന് വീണ്ടും മഹാദേവനെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. രക്തം എന്ന് കേൾക്കുന്നത് പോലെ തോന്നി. എന്താണ് രണ്ടാമത്? ഒന്നും കൂടി ഒരു അശരീരി വരികയില്ല. ആരെങ്കിലും എന്തെങ്കിലും സൂചന തരുന്നു എന്നുണ്ടെങ്കിൽ ദിവ്യമായിട്ടുള്ള സൂചനകൾ ഒരു പ്രാവശ്യം മാത്രമേ തരികയുള്ളൂ. അപ്പൊ കേട്ട കാര്യം രക്തം എന്ന് തന്നെയാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ചാടി പുറത്തിറങ്ങി. കേസരി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അവൾ ചെന്ന് നോക്കിയപ്പോൾ അവൾ കാണുന്നു വളരെ ദിവ്യമായിട്ടുള്ള ഒരു ചാപവും ശരങ്ങൾ നിറഞ്ഞ ഒരു തൂണീരവും വന്നിട്ട് അവിടെ കിടക്കുന്നത് കണ്ടു. വളരെയധികം പെട്ടെന്ന് തന്നെ അത് ചെന്ന് എടുത്തിട്ട് ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. ആൾക്കാരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഈ വാനര കന്യക, രണ്ട് ഭീമാകാരന്മാരായിട്ടുള്ള ആൾക്കാർ യുദ്ധം ചെയ്യുന്ന, ഒരു അസുരനും ആ വാനരനും വീരനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ പെൺകുട്ടി എന്തിനാണ് ഓടിപ്പോകുന്നത് എന്ന് ആൾക്കാര് സ്തബ്ധരായിട്ട് നിൽക്കുമ്പോ, ഓടി ചെല്ലുമ്പോ ഒരു സ്ഥലത്ത് എത്തുമ്പോ എന്താണ്, ഈ ആനയുടെ രൂപത്തിലിരുന്ന ആ അസുരന്റെ ദേഹത്തു നിന്നും വീണ ഒരു രക്തത്തിന്റെ ഒരു ചെറിയ പൂള് വന്നിട്ട് അവിടെ ഉള്ളതായിട്ട് ആര് കാണുന്നു? ആ വാനര കന്യക കാണുന്നു. അപ്പോ അവൾ എന്ത് ചെയ്തു? ആ തൂണീരത്തിൽ നിന്നും ഒരു ഒരു ശരമെടുത്ത് എന്ത് ചെയ്യുകയാണ്? ആ രക്തത്തിൽ മുക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് കേസരിയുടെ നേരെ, അതായത് തന്റെ കയ്യിൽ ആ ശരവും ചാപവും പിടിച്ചുകൊണ്ട്, രക്തം മുക്കിയ ആ ശരവും ചാപവും പിടിച്ചുകൊണ്ട് കേസരിയുടെ നേരെ നോക്കുകയാണ്. രണ്ടുപേരും കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. കേസരി മറ്റേയാളുടെ കഴുത്ത്, അതായത് അസുരന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. കേസരിയുടെ കഴുത്തിൽ അസുരന്റെയും കൈയുണ്ട്. ഇവര് രണ്ടുപേരും ഈ പെൺകുട്ടിയുടെ ആ പ്രവൃത്തിയെ അവിശ്വസനീയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കേസരിയുടെ വളരെ സൂക്ഷ്മമായ കണ്ണുകള് ആ അസുരന്റെ കണ്ണുകളിൽ നിഴലിക്കുന്ന ആശങ്കയും ഭയവും കാണുന്നത്. അപ്പൊ തന്നെ കേസരിക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നത് ആ വാനര കന്യക എന്ന്. ഓടി വരുന്ന കേസരി പെട്ടെന്ന് തന്നെ ആ രാക്ഷസനെ തള്ളി മാറ്റിക്കൊണ്ട് ആരുടെ മുമ്പിലേക്ക് ഓടാൻ തുടങ്ങി? ആ വാനര കന്യകയുടെ നേർക്ക് ഓടാൻ തുടങ്ങി. ആ വാനര കന്യക എന്ത് ചെയ്തു? ഓടി വരുന്ന കേസരിയുടെ മുന്നിലേക്ക് തന്റെ കൈകളിൽ ശരവും ചാപവും നീട്ടി. പെട്ടെന്ന് തന്നെ കേസരി നിമിഷ നേരത്തിനുള്ളിൽ ആ ശരവും ചാപവും തന്റെ കയ്യിൽ എടുത്തു. എന്നിട്ട് ഞൊടിയിടയ്ക്കുള്ളിൽ തന്നെ ആ ശാപത്തിലെ ശരത്തെ ബന്ധിച്ചുകൊണ്ട് ആ രക്തം പുരണ്ട
അസ്ത്രം വന്നിട്ട് ആ അസുരന്റെ ഹൃദയത്തിലേക്ക് അയക്കുകയും ചെയ്തു. സ്വന്തം രക്തം പുരണ്ട ആ അമ്പ് ഹൃദയത്തിൽ കൊള്ളുന്നതും ആ അസുരൻ ചത്തുമലച്ചു വീഴുന്നു. എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു. അങ്ങനെ ആ അസുരൻ ചത്തുമലച്ചു വീണു. അപ്പോഴേക്കും അവിടെ എല്ലാവർക്കും സമാധാനമായി. ആ അത്യാഹിതം വന്നിട്ട് ആ കേസരി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതും കേസരിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം വിജയാഘോഷങ്ങൾ ഉയർത്തുകയുണ്ടായി. ആ മഹർഷിമാരും കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളും അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം കൂടി കേസരിയെ അതായത് സ്വന്തം തോളിലേറ്റിക്കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുകയുണ്ടായി. അവിടെ നിന്നിരുന്ന ആ വാനര കന്യകയ്ക്ക് കണ്ണിൽ സന്തോഷാശ്രുക്കൾ ഉണ്ടായി. കാരണം തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാദേവൻ അയച്ച ആ ദൂതനെ അല്ലെങ്കിൽ ആ വീരനെ വന്നിട്ട് അവൾക്കും എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവളും വളരെ നന്ദിയോടെ അദ്ദേഹത്തെ നോക്കുകയുണ്ടായി. എല്ലാവരും ആ ഉത്സവം ചെറിയ സമയത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ വാനരവീരനെയും ആ വാനര കന്യകയും വന്നിട്ട് മുഖാമുഖം ഇരുത്തിക്കൊണ്ട് ഋഷിമാര് പറയുകയാണ്. ഋഷിമാര് അവരെ രണ്ടുപേരെയും മുഖാമുഖം ഇരുത്തി. അപ്പൊ കേസരി ആ വാനര കന്യകയോട് പറയുകയാണ്, ഈ അസുരനെ വധിക്കുന്നതില് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗം അങ്ങാണ് നിർവഹിച്ചിരിക്കുന്നത്. ആ രക്തം പുരണ്ട ശരവും ശാപവും എനിക്ക് നൽകിയത് അങ്ങാണ്. അതുകൊണ്ടാണ് അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചത്. പക്ഷെ ഈ വീരമായിട്ടുള്ള കൃത്യം ചെയ്ത അങ്ങയുടെ പേര് പോലും എനിക്കറിയില്ല. അപ്പൊ അവിടെ കൂടിയിരുന്ന ആൾക്കാർ വിളിച്ചു പറഞ്ഞു, അഞ്ജന. അതായത് ആ വാനരകന്യക ആരായിരുന്നു? അഞ്ജന എന്ന് പറയുന്ന ആ വാനരകന്യകയായിരുന്നു. അപ്പോ ആ മഹർഷി വന്നിട്ട് ഇവരെ രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു, ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഉചിതമായി തോന്നുന്നത് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണമെന്നാണ്. കാരണമുണ്ട്, നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിൽ കൂടി പൂജാതനാകാൻ പോകുന്നത് ഭക്തിയുടെ പര്യായമായി മാറുന്ന അതിബലവാനായിട്ടുള്ള വിശിഷ്ടനായ ഒരു വ്യക്തിയുടെ ജനനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹം എന്ത് ചെയ്തിരിക്കുന്നത്, വിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർക്ക് പരസ്പരം വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അവർ എന്ത് ചെയ്തു, ഇതിന് സമ്മതിക്കുകയായിരുന്നു. കാരണം അവർക്ക് പരസ്പരം അനുരാഗം തോന്നിയിരുന്നു. ഈ മഹർഷിമാർ അതിനു വേണ്ടിയിട്ട് അനുഗ്രഹിക്കുകയും കൂടി ചെയ്തതോടുകൂടി തങ്ങളുടെ ജനനത്തിന്റെ ഉദ്ദേശം, അതായത് തങ്ങളുടെ സംഗമത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതോടുകൂടി അവർ രണ്ടുപേരും അതിന് സമ്മതിച്ചു. എന്താണ്? അവരുടെ സംഗമത്തിൽ കൂടി ഒരു വളരെ വിശിഷ്ടനായിട്ടുള്ള ദിവ്യനായിട്ടുള്ള ഒരു വ്യക്തി പൂജാതനാകും. അദ്ദേഹം ഭക്തിയുടെ പര്യായമായി തീരും. ആ അതിബലവാനായിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ആ ദമ്പതിമാർ പിന്നെ കാത്തിരിക്കാൻ തുടങ്ങുന്നത്. വളരെയധികം നാളുകളായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. കാണുന്ന ഋഷിമാരും മഹർഷിമാരും എല്ലാവരും ഇവരോട് പറയുന്നു. അനേകം ജ്യോതിഷന്മാരെ കാണുന്നു, എല്ലാ ഋഷിമാരോടും സംസാരിക്കുന്നു. എല്ലാവരും അവരോട് പറയുന്നു, എന്താണ്, നിങ്ങൾക്ക് നിങ്ങളിൽ കൂടി പൂജാതനാകുന്ന ദിവ്യ ശിശു എന്ന് പറയുന്നത് ഭക്തിയുടെ പര്യായമായിരിക്കും, അതിബലവാനായിരിക്കും, വിശിഷ്ടനായിരിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? കേസരിക്കും അഞ്ജനയ്ക്കും എന്താണ്, നിരാശനായി, അതായത് ജീവിതത്തിലെ ലക്ഷ്യമേ അല്ലെങ്കിൽ നിരാശയെ ബാധിച്ചതായിട്ട് തോന്നി. പക്ഷേ പിന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത്, എന്താണ് അവർക്ക് മനസ്സിലാകുന്നത്, വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി പിറക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വഴിയിൽ കൂടി അല്ല അത് പിറക്കേണ്ടത്. സാധാരണ ഒരു ശിശു ഉണ്ടാകുന്നത് പോലെ അല്ല വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി പിറക്കുന്നത്. എങ്ങനെയാണ് അതിന്? ഞങ്ങൾ രണ്ടുപേരും പരിശുദ്ധരായിരിക്കണം എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഇവർ രണ്ടുപേരും തപശ്ചര്യകൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. കേസരി പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ച് തപശ്ചര്യ അനുഷ്ഠിക്കാൻ പോകുമ്പോ അഞ്ജന എവിടെയും പോകാതെ ആ ഒരു ഗുഹയിൽ ഇരുന്ന് സമാധാനമായിട്ട് മഹാദേവനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മൾ എവിടെ എത്തുന്നത്? ഈ അഞ്ജനയുടെ ആ ഒരു അഞ്ജന വന്നിട്ട് ധ്യാന നിമഗ്നയായിരിക്കുന്ന സ്ഥലത്ത് എത്തുന്നത്. അപ്പോ അഞ്ജന ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ, അതായത് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളും എല്ലാം കടന്ന് എത്ര നാളായിട്ടാണ് താൻ തപശ്ചര്യ ചെയ്യുന്നത് എന്ന് അഞ്ജനയ്ക്ക് മനസ്സിലാകുന്നില്ല. അഞ്ജനയ്ക്ക് പക്ഷേ മനസ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉറപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. ധ്യാനത്തിൽ ഇരിക്കുന്നെങ്കിലും പക്ഷെ അഞ്ജനയുടെ മനസ്സിൽ വന്നിട്ട് തന്റെ ഭൂതകാലമാണ്,
കഴിഞ്ഞതുപോലെ തോന്നുന്നത്. അതായത് തന്റെ ആ ഒരു പൂർവജന്മം എന്ന് പറയുന്നത് അത്ര സ്പഷ്ടമായിട്ട് അഞ്ജനയ്ക്ക് ഓർമ്മയുണ്ട്. ആ പൂർവജന്മത്തിലെ തപശ്ചര്യയാണ് ഇപ്പോഴും താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കിയായിട്ടാണ് താൻ ഈ തപശ്ചര്യ ചെയ്യുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? അഞ്ജനയ്ക്ക് മനസ്സിലായി. വീണ്ടും വീണ്ടും ആ ഭൂതകാലത്തിലേക്ക് അഞ്ജന പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അഞ്ജന ചിന്തിക്കുകയാണ് താൻ ആരായിരുന്നു. ആരായിരുന്നു അഞ്ജന? ബൃഹസ്പതി. ബൃഹസ്പതിയുടെ പ്രധാന ശിഷ്യയും പുത്രിക്ക് തുല്യയുമായിട്ടുള്ള വളർത്തുപുത്രിയാണ്. ആരാണ്? ഒരു അപ്സരസ്. കുഞ്ചികസ്ഥലി എന്നാണ് അവളുടെ പേര്. ജനിച്ച ആ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വിശേഷമായിട്ടുള്ള വ്യക്തിത്വം ആയതുകൊണ്ട് ബൃഹസ്പതി എടുത്ത് തന്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് പുത്രിയുടെ സ്ഥാനം നൽകി, ശിഷ്യയുടെയും പുത്രിയുടെയും സ്ഥാനം നൽകി ആര് വളർത്തിക്കൊണ്ടുവരുന്നു? കുഞ്ചികസ്ഥലിയെ ബൃഹസ്പതി വളർത്തിക്കൊണ്ടുവരുന്നു. ബൃഹസ്പതി വളരെയധികം കാരുണ്യത്തോടുകൂടി, വളരെയധികം ചിട്ടയോടുകൂടി, സ്നേഹത്തോടുകൂടിയാണ് കുഞ്ചികസ്ഥലിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത്രയധികം മനസ്സിന് എല്ലാവർക്കും അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പൊസിഷനാണ് ആരുടേത്? വളരെയധികം ബുദ്ധിമതിയും സുന്ദരിയും അനേകം ഗുണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ അവൾ അറിയപ്പെട്ടത് മനഗർവ എന്നാണ്. എല്ലാവരും അവളെ വിളിക്കുന്നത് മനഗർവ എന്നാണ്. കുഞ്ചികസ്ഥലി എന്നുള്ള യഥാർത്ഥ നാമം പോലും ചിലപ്പോൾ അവൾ മറന്നുപോകും. ഈ ആശ്രമം എന്ന് പറയുന്നത് കാരണം ആ കുട്ടിയുടെ, കുഞ്ചികസ്ഥലി എന്ന ആ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ബൃഹസ്പതിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ വളരെ പരിശുദ്ധിയോടുകൂടി, മനോനിയന്ത്രണത്തോടുകൂടി, ഇന്ദ്രിയ നിയന്ത്രണത്തോടു കൂടിയാണ് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവളും വളരെയധികം ഗുണവതിയായിട്ട് വളർന്നു വന്നു. പക്ഷേ ഒരിക്കൽ 16 വയസ്സായ സമയത്ത് നോർമലി, കാരണം ആ പ്രായപൂർത്തിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വളർച്ചയുള്ള പ്രായത്തില് എന്ത് ചെയ്യും? നമ്മളുടെ മനസ്സ് നിയന്ത്രണത്തിന് വിരുദ്ധമായി പോകാനും കെട്ടുപാടുകളെ എല്ലാം പറിച്ചെറിഞ്ഞു കളയാനും വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ കുഞ്ചികസ്ഥലയുടെ ഹൃദയത്തിലും ഈ ഒരു ആശ്രമത്തിന്റെ ആ ആശ്രമത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തിറങ്ങി ലോകം കാണണമെന്ന് തോന്നി. ആർക്ക്? കുഞ്ചികസ്ഥലിക്ക്, മനഗർവ അവൾക്ക് തോന്നി. അപ്പൊ എന്ത് ചെയ്തു? ഒരിക്കൽ ആരും അറിയാതെ, ബൃഹസ്പതിയും അറിയാതെ അവിടെ നിന്നും എവിടേക്ക് പോവുകയാണ്? കുഞ്ചികസ്ഥലി ആശ്രമത്തിന്റെ കവാടങ്ങളും കടന്ന് ഇനി ഒരു സ്ഥലത്തേക്ക് യാത്രയായി തനിച്ച്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥലത്തെത്തി. എവിടെ എത്തി? മനഗർവ എവിടെ എത്തി? ഒരു റിവറിന്റെ സൈഡിൽ, ഒരു നദിയുടെ തീരത്തെത്തി. വളരെ മനോഹരമായിട്ടുള്ള ആ പ്രദേശത്ത് കുഞ്ചികസ്ഥലി കാണുന്നത് ഇതുവരെ താൻ കാണാത്ത കാഴ്ചയായിരുന്നു. തനിക്ക് പരിചയമില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു കാണുന്നത്. എന്താണ് കാണുന്നത്? അനേകം ഗന്ധർവന്മാരും അവരുടെ പത്നിമാരും അപ്സരസുകളും വന്നിട്ട് അവിടെ പ്രണയകേളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് കുഞ്ചികസ്ഥലി, മനഗർവ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഹൃദയത്തില് എന്തുണ്ടായി? പരിഭ്രമം, ചാഞ്ചല്യം ഒക്കെ ഉണ്ടായി. സാത്വികമായിട്ടുള്ള, വളരെ സംരക്ഷിതമായിട്ടുള്ള സാഹചര്യത്തിലാണ് താൻ വളർന്നു വന്നത്. ഇപ്പോൾ കാണുന്നത് തനിക്ക് ആ കാഴ്ച എന്ന് പറയുന്നത് തനിക്ക് വളരെ പരിചയമില്ലാത്ത കാഴ്ചയാണ്. പ്രായവും അതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിന് ചാഞ്ചല്യവും ഒക്കെ ഉണ്ടായി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഭയമായി. എന്താണ്? പേടിയായി അവൾക്ക്. കാരണം അത്രയധികം തന്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പരിശുദ്ധിയോടുകൂടി വളരുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാലുകളും വിറച്ച്, ചുണ്ടും വിറച്ച്, ശരീരത്തിന്റെ കാന്തിയെല്ലാം നഷ്ടപ്പെട്ടതുപോലെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും കണ്ണിനെ പറിച്ചെടുത്തുകൊണ്ട് തിരികെ തന്റെ സംരക്ഷിത സ്ഥലമായിട്ടുള്ള ബൃഹസ്പതിയുടെ ആശ്രമത്തിലേക്ക് ഓടി. ആരോടി? കുഞ്ചികസ്ഥലി ഓടി. അവിടെ ചെന്നപ്പോഴേക്കും പക്ഷെ അവളെ നേരിട്ടത് ബൃഹസ്പതിയുടെ കോപാകുലമായിട്ടുള്ള കണ്ണുകളാണ്. കോപത്തെക്കാൾ കൂടുതൽ ബൃഹസ്പതിക്ക് നിരാശയായിരുന്നു എന്നാണ് കുഞ്ചികസ്ഥലിക്ക് തോന്നുന്നത്. ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വീണു. പക്ഷേ തന്റെ മാനസികമായും ശാരീരികമായും തനിക്ക് ഉണ്ടായ ആ വ്യത്യാസത്തെ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം മഹർഷിയാണ് അദ്ദേഹം, ദേവഗുരുവാണ് ബൃഹസ്പതി, അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമില്ല. തിരികെ ആ ആശ്രമത്തിൽ കയറി വന്ന കുഞ്ചികസ്ഥലിക്ക് ആ പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധിയായിട്ടുള്ള ആ പുഞ്ചികസ്ഥലിയുടെ മനസ്സിനും ഹൃദയത്തിനും ഉണ്ടായിട്ടുള്ള ചാഞ്ചല്യത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പിതാവിന്റെ സ്ഥാനത്തുള്ള ബൃഹസ്പതി എന്ത് ചെയ്യുന്നു? കോപാകുലനാകുന്നു. കോപാകുലനായിട്ട് ഉടനടി തന്നെ അവളെ ശപിക്കുകയാണ്. ചാഞ്ചല്യമുള്ള മനസ്സിന്റെ നേതൃത്വത്തിൽ ഇന്ദ്രിയാസ്വാദനത്തിന് ആഗ്രഹിച്ചു അല്ലേ നീ? ചഞ്ചലമായിട്ടുള്ള മനസ്സിന് ഉടമകളായിട്ടുള്ള
കുരങ്ങന്മാരുടെ കുലത്തിൽ ജനിക്കാൻ ഇടയാവട്ടെ, നീ ഈ നിമിഷം തന്നെ ജനിക്കാൻ ഇടയാവട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. കുഞ്ചികസ്ഥലി അച്ഛനെ നോക്കിയപ്പോ, അതായത് ഗുരുവിനെ നോക്കിയപ്പോ എന്താണ് കാണുന്നത്? അദ്ദേഹത്തിന്റെ കണ്ണില് ദേഷ്യത്തെക്കാൾ അതിനേക്കാൾ ഏറെ നിരാശയാണ്. കാരണം സംരക്ഷിതമായിട്ട് അദ്ദേഹത്തിനെ മുറിവേൽപ്പിച്ചത് എന്താണ്? സംരക്ഷിതമായിട്ട് സാത്വികമായിട്ടുള്ള ആ അന്തരീക്ഷത്തില് ആ ഒരു പ്രത്യേക ജനന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശിശുവിന് ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ വളർത്തിക്കൊണ്ട് വരുന്നത്. ആ ദിവ്യമായിട്ടുള്ള ആ ഒരു ശരീരത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ആ ഒരു ചെറിയ വീഴ്ച, ഒരു ചെറിയ നിമിഷ നേരത്തേക്ക് കൂടിയുള്ള വീഴ്ചയാണെങ്കിൽ കൂടി അത് ബൃഹസ്പതിക്ക് വളരെയധികം നിരാശയുണ്ടാക്കി എന്ന് ആർക്ക് മനസ്സിലായി? പുഞ്ചികസ്ഥലയ്ക്ക് മനസ്സിലായി. കാൽക്കൽ വീണ് കേണ് അപേക്ഷിച്ചു പുഞ്ചികസ്ഥലി. കേണ് അപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം ബൃഹസ്പതി വന്നിട്ട് അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിനക്ക് എന്താണ്? ബ്ലസ്സിംഗ് ആണ്. യഥാർത്ഥത്തിൽ ഇത് ശാപമാണ് എങ്കിലും ഒരു അർത്ഥത്തിൽ ഇത് നിനക്ക് ബ്ലസ്സിംഗ് ആണ്. കാരണം നിന്റെ കുലത്തിലാണ്, ആ വാനര കുലത്തിലാണ് ഈ അത്ഭുത ശിശു ജനനമെടുക്കാൻ പോകുന്നത് നിന്റെ മകനായിട്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് ഭാവിയിൽ ഇതിന്റെ എന്താണ് ഇതിന്റെ ഈ ഒരു ശാപത്തിന്റെ, അതായത് ശാപത്തിന്റെ രൂപത്തിൽ വന്ന ഈ അനുഗ്രഹത്തിനെ കുറിച്ച് നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അതേപോലെ അഞ്ജന പുഞ്ചികസ്ഥലി എന്ത് ചെയ്തു? തന്റെ വാനര രൂപം, വാനര കന്യകയുടെ രൂപം സ്വീകരിച്ച് കുണ്ടലൻ എന്ന വാനര രാജാവിന്റെ പുത്രിയായി ഇപ്പൊ കേസരിയുടെ പത്നിയുമായി തീർന്നിരിക്കുന്നു. തന്റെ പഴയ ജന്മത്തില് താൻ ആ ഒരു ഫോൾ ഡൗൺ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചെറുതായിട്ട് പതിച്ചുപോയ ആ ഒരു വീഴ്ചയ്ക്ക് പശ്ചാത്തപിച്ച് പ്യൂരിറ്റി, അതായത് ഈ ദിവ്യ ശിശു തന്റെ ഗർഭത്തിൽ ജനിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? താൻ അത്രയ്ക്കും പ്യൂർ ആയിരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? വീണ്ടും ആ ധ്യാനത്തില് വീണ്ടും കേസരിയും അഞ്ജനയും കൂടി ധ്യാനത്തില് പിന്നെ തീർത്ഥാടനത്തിലുമായിട്ട് ചിലവഴിക്കുകയാണ്. വർഷങ്ങളേറെ കഴിഞ്ഞു, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ധ്യാനിച്ച് കേസരി വന്നിട്ട് തീർത്ഥാടനത്തിന് പോവുകയും അഞ്ജന ആ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ വളരെയധികം തീവ്രമായിട്ടുള്ള ധ്യാനത്തിൽ വർഷങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോകുന്നത് അറിയാതെ എത്രയധികം സമയമായി താൻ വന്നിട്ട് ഈ ഒരു ധ്യാനത്തിൽ ഇരിക്കുന്നതെന്നും മനസ്സിലാക്കാതെ വന്നിട്ട് അങ്ങനെ തന്റെ ചിന്തയിൽ മഹാദേവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ചുറ്റിനും ആരോ വന്ന് തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട്, പെട്ടെന്ന് തന്നെ ആരോ പിടിച്ചു വെൽക്കുന്നതായിട്ട് തോന്നി. കണ്ണു തുറന്ന് നോക്കുമ്പോ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ വന്നിട്ട് ശൂന്യത മാത്രമാണ് കാണുന്നത്. വീണ്ടും കണ്ണുകൾ അടച്ച് മഹാദേവനെ ധ്യാനിക്കുമ്പോ ആരോ തന്നെ ഇറുക്കി പിടിക്കുന്നത് പോലെയാണ് തോന്നിയത്. വീണ്ടും കണ്ണുകൾ തുറക്കുമ്പോ അഞ്ജനയ്ക്ക് എന്ത് പറ്റുന്നില്ല, മനസ്സിലാകുന്നില്ല. ആരാണ് തന്നോട് തന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുകയാണോ എന്ന് തോന്നി. അഞ്ജന കണ്ണു തുറക്കുന്നത്, മൂന്നാമത് കണ്ണു തുറക്കുന്നത് ക്രുദ്ധയായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയാണ്. പറയുകയാണ്, എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരായാലും എന്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ആജ്ഞാപിക്കുകയാണ്. നമ്മെ കബളിപ്പിക്കുന്നത് നിർത്തിയാലും എന്തിനാണ് ഈ തരത്തിൽ എന്നെ കബളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞില്ല എങ്കിൽ എന്റെ ശാപത്തിന് നീ പാത്രമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു തുറന്ന് ആകപ്പാടെ വീക്ഷിക്കുമ്പോഴാണ് വളരെ വളരെ ഒരു ഉജ്ജ്വലനായിട്ടുള്ള വ്യക്തിത്വം തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അഞ്ജനയുടെ മുന്നിൽ ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? വളരെ ഉജ്ജ്വലനായിട്ടുള്ള വ്യക്തിത്വം. പെട്ടെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായി, വായുദേവനാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ പെട്ടെന്ന് തന്നെ അഞ്ജനയ്ക്ക് വളരെയധികം ആദരവോടുകൂടി വായുദേവനെ പ്രണമിച്ചിട്ട് എഴുന്നേറ്റ് അഞ്ജന പറഞ്ഞു, അല്ലയോ വായുദേവ, ഞാൻ ദേഷ്യപ്പെട്ടതിൽ അവിടുന്ന് എന്നോട് ക്ഷമിച്ചാൽ. എനിക്ക് അറിയില്ലായിരുന്നു അങ്ങാണ് വന്നിരിക്കുന്നതെന്ന്. എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പുലമ്പിപ്പോയി, അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചാലും ഈ ആഗമനോദ്ദേശം, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ് എന്ന് എന്നോട് പറഞ്ഞു തന്നാലും എന്ന് വായുദേവനോട് അഭ്യർത്ഥിച്ചു. വായുദേവൻ തന്റെ വളരെ മനോഹരമായിട്ടുള്ള കാറ്റ് അടിക്കുന്നത് പോലെയുള്ള ശബ്ദത്തിൽ, വളരെ ഗാംഭീര്യമാർന്ന മുഴക്കമുള്ള ശബ്ദത്തിൽ പറയുകയാണ് അഞ്ജനയോട്, എന്റെ ആഗമനോദ്ദേശം വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ 2 ചരിതങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടി വരും, അത് കേൾക്കൂ എന്ന് അഞ്ജനയോട് പറഞ്ഞു. അപ്പൊ അഞ്ജന ആ ചരിതങ്ങൾ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാതു കൂർപ്പിച്ചിരിക്കുമ്പോ നമുക്കിവിടെ നിർത്താം.
കാരണം ഈ 2 ചരിതങ്ങളും നമ്മൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ആഴ്ചത്തേക്ക് കാത്തിരിക്കണം. കാരണം നമ്മളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോ എന്താണ് ഹനുമത് ജനന രഹസ്യം? എന്ത് കഥയാണ്? വായുദേവൻ അഞ്ജനയ്ക്ക് ആ ഒരു പുത്രനെ ദാനം ചെയ്യുന്നതിന് മുമ്പ് എന്ത് കാരണത്തിലാണ്, ആരാണ് ആ ജനിക്കാൻ പോകുന്ന കുട്ടി, എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് അഞ്ജനയോട് പറഞ്ഞു കൊടുക്കുന്നു 2 ചരിതങ്ങളിലൂടെ. ആ 2 ചരിതങ്ങൾ നമ്മൾക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഹരേ കൃഷ്ണ.